എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗത്തിലെ 73, 74, 75 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഇന്ദ്രൻ തോറ്റ് പിന്മാറുന്നൊരു കാഴ്ച, ആ ചിത്രീകരണമാണ് കവി വരുന്ന ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കാദ്യം 73ാമത്തെ ശ്ലോകം നോക്കാം. കൃഷ്ണദ്വിപസ്യ ജീമൂതജാലേ മുഖപടോപമേ ഹൃദയേന ഭസ്വതാ ശക്രഃ പുരസ്ഥാതും ന ചക്ഷമേ. ആദ്യം പദച്ഛേദം നോക്കാം. പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാനേ ഉള്ളൂ, പദച്ഛേദമില്ല. കൃഷ്ണദ്വിപസ്യ ജീമൂതജാലേ മുഖപടോപമേ ഹൃദയേ നഭസ്വതാ ശക്രഃ പുരസ്ഥാതും നച ക്ഷമേ. ഇവിടെ എന്താ പറയണത് എന്നുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണനെ ഒരു ആനയായിട്ട് ഉപമിക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ ആന തന്നെയാണ് കൃഷ്ണൻ എന്നുള്ള രീതിയിൽ വർണ്ണിക്കുക ചെയ്യണത്. അതാണ് കൃഷ്ണദ്വീപസ്യ. ഒരു ദ്വീപത്തെ പോലെ, ദ്വീപം എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയെ പോലെ ഉള്ള, ആനയെ പോലെ വർത്തിക്കുന്നവനായ കൃഷ്ണന്റെ, കൃഷ്ണനാകുന്ന ആനയുടെ എന്ന് പറയാം. കൃഷ്ണദ്വീപസ്യ മുഖപടോപമേ ജീമൂതജാലേ നഭസ്വതാ ഹൃദേ. മുഖപടോപമേ ജീമൂതജാലേ. മുഖപടം എന്ന് പറഞ്ഞാൽ ആനകളുടെയൊക്കെ തുമ്പിക്കൈയിൽ അല്ലെങ്കിൽ മുൻഭാഗത്ത് കെട്ടിവെക്കുന്നതായ നെറ്റിപ്പട്ടം, അതിനെയാണ് മുഖപടം എന്ന് പറയുന്നത്. ആ മുഖപടത്തിന് തുല്യമായിട്ടുള്ള ജീമൂതജാലം. ജീമൂതജാലം എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ കൂട്ടം. ആ മേഘക്കൂട്ടങ്ങൾ നഭസ്വതാ ഹൃദയസതി, അവയെയൊക്കെ കാറ്റ് പറപ്പിച്ചു വിട്ടപ്പോൾ, കാറ്റിന്റെ ശക്തി കൊണ്ട് മഴക്കാറൊക്കെ പോയപ്പോൾ എന്നാണ് അർത്ഥം. അതിനെ കവി വ്യാഖ്യാനിച്ച് പറയാണ്, കൃഷ്ണൻ എന്നു പേരുള്ള ആ കൊമ്പനാനയുടെ മുഖപടം, ആ മുഖപടമായിട്ട് മേഘങ്ങളാണ് നിൽക്കുന്നത്. ആ മേഘങ്ങൾ പോയപ്പോൾ, അപ്പോൾ ഒരാന, ആ ആനയുടെ മുഖപടം പോയി, ആ ആനയുടെ നേരെ മുമ്പിൽ മറ്റൊരു ആനയോട് കൂടിയിട്ടുള്ള ഒരാൾക്ക് നിൽക്കാൻ സാധിക്കില്ല. പേടിയാണ്, കൃഷ്ണനെ ഇന്ദ്രന് പേടിയാണെന്ന് കാണിക്കുന്ന ഒരു ശ്ലോകമാണത്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ മുഖപടമൊക്കെ മാറ്റിയതായ, അതായത് ഉത്സവത്തിന്റെ സ്വഭാവമൊക്കെ മാറി വെറും ആനയായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ആ ഒരു രൂപത്തില്, അങ്ങനെയുള്ള ശ്രീകൃഷ്ണന്റെ മുമ്പില് നിൽക്കാൻ കഴിയാതെ ശക്രഃ പുരസ്ഥാതും ന ച ക്ഷമേ. അങ്ങനെയുള്ള ആ കൊമ്പനാനയുടെ മുമ്പിൽ നിൽക്കാൻ, പുരസ്ഥാതും നിൽക്കാൻ, ഇന്ദ്ര ന ച ക്ഷമേ, ഇന്ദ്രന് ശക്തിയുണ്ടായില്ല എന്നർത്ഥം. അതായത് ആനയുടെ ഒരു നെറ്റിപ്പട്ടം പോലെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന മേഘങ്ങളുടെ ഒരു നിര. ആ മേഘങ്ങളൊക്കെ പോയപ്പോൾ ഇന്ദ്രന് പിന്നെ കൃഷ്ണനാകുന്ന ആ വലിയ കൊമ്പനാനയുടെ മുമ്പിൽ നിൽക്കാൻ തന്നെയുള്ളതായ ശക്തിയില്ലാതെയായി. ഇന്ദ്രന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മേഘങ്ങളായിരുന്നു. ആ മേഘങ്ങളെ കൊണ്ട് എത്ര നേരം പെയ്യിച്ചിട്ടും ഗോകുലത്തിനോ ശ്രീകൃഷ്ണനോ യാതൊരു തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട്, മേഘങ്ങളൊക്കെ പോയപ്പോൾ പിന്നെ ഇന്ദ്രൻ അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ഒരു വലിയ കൊമ്പനാനയുടെ മുമ്പില്, അതായത് ചമയങ്ങളൊക്കെ അഴിച്ചു വെച്ച് നിൽക്കുന്ന, കയറൂരി വിട്ട് നിൽക്കുന്ന ഒരു ആനയുടെ സ്വഭാവത്തോടു കൂടിയിട്ടാണ് അവിടെ കൃഷ്ണനെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണന്റെ മുമ്പില് നിരായുധനായിട്ട്, ഒരു കൂട്ടുകാരുമില്ലാതെ, മേഘങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രജകള്, ഇന്ദ്രന്റെ പ്രജകള്, ഇന്ദ്രന്റെ പ്രകൃതി എന്നാണ് പറയുന്നത്. അവരുടെ ആരുടെയും സഹായമില്ലാതെ ഇന്ദ്രന് ഒറ്റയ്ക്ക് ഈ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് മേഘങ്ങളൊക്കെ പോയി, അതോടൊപ്പം തന്നെ ഇന്ദ്രനും അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് വർണ്ണിക്കുന്നത്. അതാണ് ശക്രഃ പുരസ്ഥാതും നച ക്ഷമേ, പറ്റിയില്ല, അതിനുള്ള ചങ്കൂറ്റ ഇല്ലാതെയായി പോയി എന്ന് ഇവിടെ കവി വർണ്ണിക്കുകയാണ്. ഈ മേഘത്തിനെ ആനയുടെ മുഖപടമായിട്ട് കാളിദാസൻ മേഘസന്ദേശത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. മാനസ സരസിലേക്ക് ഐരാവതം കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കുറുവൻ ക്ഷണമുഖപട പ്രീതി ഐരാവതസ്യ എന്ന് പറയുന്നുണ്ട്. അതായത് കുറച്ചു നേരത്തേക്ക് ഐരാവതത്തിന്റെ നെറ്റിപ്പട്ടമായി നിന്നുകൊണ്ട് ഐരാവതത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്തിക്കൊള്ളൂ, സന്തോഷിപ്പിച്ചോളൂ എന്ന് പറയണ ഒരു ഭാഗം. അത് മേഘസന്ദേശത്തിലെ പൂർവ്വമേഘം തീരാറാവണ സമയത്ത് അവിടെ വർണ്ണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് തന്നെ ആവണം ഇവിടെ സുകുമാരകവി
മേഘത്തിനെ കൃഷ്ണനാകുന്ന ആനയുടെ നെറ്റിപ്പട്ടമായിട്ട് മുഖപടമായിട്ട് വർണ്ണിച്ചത്. നമുക്ക് 74-ാമത്തെ ശ്ലോകം നോക്കാം. നിവർത്തിയ ഇരാവതം സോധ പുരീം പ്രതിയയൗ ഭയാത് അപരാംഗഗതൈർനേത്രൈഃ പശ്യൻ കൃഷ്ണസ്യ ചേഷ്ടിതം. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നിവർത്തിയ ഐരാവതം സഹ അധ പുരീം പ്രതി യയൗ ഭയാത് അപരാംഗഗതൈഃ നേത്രൈഃ പശ്യൻ കൃഷ്ണസ്യ ചേഷ്ടിതം. ഇവിടെ എന്താ പറയണതെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. അതാണ് സ ഇന്ദ്ര. ആ ഇന്ദ്രനാകട്ടെ, ഇന്ദ്രൻ എന്നിവിടെ പറഞ്ഞിട്ടില്ല, സ എന്നുള്ളത് കൊണ്ട് ഇന്ദ്രൻ എന്നർത്ഥം. ആ ഇന്ദ്രൻ ഭയാത്, ഭയാത് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട്, ശ്രീകൃഷ്ണന്റെ ഈ ഏറ്റവും ഭീകരമായിട്ടുള്ള മഴ പെയ്തിട്ടും ആരെയും പേടിയില്ലാതെ കൂസാതെ നിന്നതായ ആ ചേഷ്ടിതം കണ്ടിട്ട്, അതാണ് ഭയാത്. ഐരാവതം നിവർത്തിയ, ഐരാവതത്തിനെ പിന്തിരിപ്പിച്ചിട്ട്. കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിനായിട്ട് ഐരാവതത്തിനെയും തെളിച്ചുകൊണ്ട് അതിവേഗത്തിൽ വരണ ഒരു ഇന്ദ്രനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാകട്ടെ വല്ലാതെ മാനസികമായിട്ട് തോറ്റുപോയി എന്നുള്ള ചിന്ത കൊണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഐരാവതത്തിനെ പ്രതി അപയിത്വ, പിന്നാക്കം നടത്തിയിട്ട്, യുദ്ധത്തിനായിട്ട് പോകാതെ പിന്നാക്കം പായിച്ചിട്ട് സ്വർഗത്തിലേക്ക് തന്നെ പോയി എന്നാണ് പറയണത്. അതാണ് പുരീം പ്രതി യയൗ. അധ എന്ന് പറഞ്ഞാൽ അനന്തരം എന്നർത്ഥം. അധ സ ഭയാത് ഐരാവതം നിവർത്തിയ പുരീം പ്രതി യയൗ. ഇതാണ് ഒരു വാക്യം. ഇതിലേക്ക് അടുത്ത വാക്യം നമുക്ക് കൂട്ടിച്ചേർക്കണം. പേടി കൊണ്ടാണോ എന്ന് തോന്നും, പേടിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ ഐരാവതത്തിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോണതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണന്റെ ചേഷ്ടിതങ്ങളൊക്കെ പിന്നെ എങ്ങനെയാ കണ്ടത് എന്നാണെങ്കിൽ പറയാണ്. അപരാംഗഗതൈഃ നേത്രൈഃ കൃഷ്ണസ്യ ചേഷ്ടിതം പശ്യൻ പുരീം പ്രതി യയൗ. അപരാംഗഗതൈഃ നേത്രൈഃ, അപരാംഗഗതങ്ങളായിട്ടുള്ള നേത്രങ്ങള്. അപരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള നേത്രമല്ല, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളതായ നേത്രങ്ങൾ. അതാണ് അപര അംഗഗത നേത്രം. നമുക്കെല്ലാവർക്കും ശരീരത്തിലെ ശിരസിലുള്ള നേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ദ്രൻ അങ്ങനെയായിരുന്നില്ല, ശരീരമാസകലം കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് സഹസ്രാക്ഷൻ എന്നൊക്കെ പേര് വരുന്നത്. അങ്ങനെ മുഖം തിരിച്ചിട്ടാണ് പോണതെങ്കിലും പിൻഭാഗത്ത്, ശരീരത്തിന്റെ പിൻഭാഗത്തും ഒക്കെ നിറയെ കണ്ണുകൾ ഉള്ളത് കൊണ്ട് അപരാംഗഗതൈഃ നേത്രൈഃ, ആ കണ്ണുകളെ കൊണ്ട് കൃഷ്ണസ്യ ചേഷ്ടിതം പശ്യൻ, കൃഷ്ണന്റെ ചേഷ്ടകള്, കൃഷ്ണന്റെ വ്യാപാരങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേഗം തന്നെ പേടിച്ച് തന്റെ സ്വസ്ഥാനമായിട്ടുള്ള അമരാവതിയിലേക്ക്, സ്വർഗത്തിലേക്ക് ഐരാവതത്തിനെയും കൊണ്ട് പോന്നു എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് 75-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഐരാവതേന ഗച്ഛന്തം സൃണിഘാതൈസ്തരസ്വിന അനുയാതും നശേകുസ്തം സിദ്ധവിദ്യാധരാദയ. ആദ്യം പദച്ഛേദം പറയാം. ഐരാവതേന ഗച്ഛന്തം സൃണിഘാതൈഃ തരസ്വിന അനുയാതും ന ശേകുഃ തം സിദ്ധവിദ്യാധരാദയ. അങ്ങനെ വളരെ വേഗത്തിൽ പോണ ഇന്ദ്രന്റെ ഒപ്പം എത്താൻ കൂടെയുള്ളവർക്ക് ആർക്കും സാധിച്ചില്ല എന്നാണ് ഇവിടെ പറയണത്. സിദ്ധവിദ്യാധരാദയ, സിദ്ധന്മാർക്കും വിദ്യാധരന്മാർക്കും, ഇവരെല്ലാവരും അർദ്ധദേവന്മാരാണ്, ഇന്ദ്രന്റെ അനുയായികളുമാണ്. അവർക്ക് ആർക്കും തന്നെ സിദ്ധവിദ്യാധരാദയ ഐരാവതേന ഗച്ഛന്തം തം അനുയാതും ന ശേകു. ഐരാവതേന ഗച്ഛന്തം തം, ഐരാവതത്തിനെയും നയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നവനായ ആ ഇന്ദ്രന്റെ കൂടെ എത്തുവാൻ, അതാണ് ഐരാവതേന ഗച്ഛന്തം. ഐരാവതത്തിന്റെ പുറത്തിരുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനായ തം അനുയാതും, ആ ഇന്ദ്രനെ അനുഗമിക്കുവാൻ. എങ്ങനെയാണ് പോയിരുന്നത്? സൃണിഘാതൈഃ തരസ്വിന ഐരാവതേന. സൃണിഘാതം എന്ന് പറഞ്ഞാല് തോട്ടിയുടെ അടികൊണ്ട് വേദനിച്ച് ഓടിപ്പോകുന്നവനായ, സൃണി എന്ന് പറഞ്ഞാൽ തോട്ടിയാണ്, തോട്ടി ഇട്ട് വലിക്കുമ്പോൾ സൃണിഘാതം കൊണ്ട് വേഗത കൂടിയവനായ, തരസ്വിന അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനായ ഐരാവതേന, ഐരാവതത്തിന്റെ പുറത്തിരുന്നു കൊണ്ട്
ഗച്ഛന്തം തം പോകുന്നവനായ അവനെ, അതായത് ഇന്ദ്രനെ. അപ്പോൾ ഇന്ദ്രൻ ആനപ്പുറത്തിരിക്കണു, ആനയെ നിയന്ത്രിക്കണു, അല്ലെങ്കിൽ ആനയുടെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് ആനയെ തോട്ടി വെച്ച് വലിക്കുന്നു. ആ വലിയുടെ വേദന സഹിക്കാൻ വയ്യാതെ ആന വളരെ വേഗത്തിൽ ഓടുമ്പോൾ ആ ഇന്ദ്രനെ പിന്തുടരുവാൻ, അതാണ് ശൃണിഘാതൈ തരസ്വിന ഐരാവതേന ഗച്ഛന്തം തം അനുയാതും സിദ്ധവിദ്യാധരാദയ ന ശേകു. സിദ്ധന്മാർക്കും വിദ്യാധരന്മാർക്കും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അത്ര വേഗത്തിലായിരുന്നു തിരിച്ചുപോക്ക്. വരവ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വീരശൂര പരാക്രമിയൊക്കെ ആയിട്ടായിരുന്നു ഇന്ദ്രൻ നടത്തിയതെന്നാണെങ്കിൽ തിരിച്ചുള്ള പോക്ക് വളരെ വേഗത്തില് ഓടിയിട്ടായിരുന്നു, ആനയെ തന്നെ അടിച്ചു വേദനിപ്പിച്ച് ഓടിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൃഷ്ണദ്വിപസ്യ ജീമൂതജാലേ മുഖപടോപമേ ഹൃതേന ഭസ്വത ശക്രഃ പുരസ്ഥാതും ന ചക്ഷമേ നിവർത്യൈരാവതം സോധ പുരീം പ്രതിയയൗ ഭയാത് അപരാംഗഗതൈ നേത്രൈഃ പശ്യൻ കൃഷ്ണസ്യ ചേഷ്ടിതം ഐരാവതേന ഗച്ഛന്തം ശൃണിഘാതൈസ്തരസ്വിന അനുയാതും നശേകുസ്തം സിദ്ധവിദ്യാധരാദയ. അങ്ങനെ ഇന്ദ്രനെ ഭഗവാൻ തോൽപ്പിച്ചു എന്നുള്ള കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. ഇനി ബാക്കിയുള്ള കഥകൾ പർവ്വതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കും. ഒരു ശ്ലോകം കൂടിയുണ്ട്, സ്വർഗത്തിലെത്തണ കഥ. അതിനുശേഷം നന്ദഗോപരും ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ സംഭാഷണങ്ങളൊക്കെയാണ്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.